പ്രിയപ്പെട്ടവരെ, ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരിയാണ്. നമ്മളുടെ നാട്ടിലെ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകൾ അടുത്ത് വരികയാണല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഉടനെ വരും, ഒരു ട്രയൽ എന്ന നിലയിൽ. അത് കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻസ് വരും. നമ്മൾ ക്രിസ്ത്യാനികളെല്ലാവരും രാഷ്ട്രീയമായി വളരെയേറെ ബോധമുള്ളവരാണ്. ഒരുപക്ഷെ കേരളത്തിൽ ക്രിസ്ത്യാനികളെപ്പോലെ പത്രം വായിക്കുകയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും അനലൈസ് ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമൂഹം വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ക്രിസ്ത്യാനികളും പൊളിറ്റിക്കലി അങ്ങേയറ്റം അവെയറാണ്. അപ്പം ഞാൻ എൻ്റെ അടുത്ത കാലത്ത്, ഞാനിപ്പോൾ റിട്ടയർ ചെയ്തതിനു ശേഷം രാഷ്ട്രീയ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ താല്പര്യം എടുക്കുന്നുണ്ട്. ഇലക്ഷൻ മത്സരിക്കാനൊന്നുമല്ല. ഞാൻ ഒരു കാലത്തും ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് കയ്യിൽ വെച്ചിട്ടുള്ള ആളല്ല. എങ്കിലും നമ്മളുടെ കുടുംബപരമായി നമ്മൾ ഓരോരുത്തരും പിന്തുടർന്നു പോരുന്നത് പോലെ ഞാനും ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു അടുത്ത കാലം വരെ. ആ അനുഭവത്തിൽ ഞാൻ മാറി. അതിനുള്ള കാരണങ്ങൾ ഞാൻ വിശദീകരിക്കാം. അപ്പോൾ എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അത് നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഓഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് കോൺഗ്രസുമായുള്ള ബന്ധം അഭേദ്യമായ നിലയിൽ ശക്തമായിരുന്നു. അത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വേറൊരു രൂപമായ കേരള കോൺഗ്രസ്, ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ടിരുന്നത്. കേരള കോൺഗ്രസ് നമുക്കറിയാവുന്ന പോലെ പി ടി ചാക്കോ കോൺഗ്രസിൽ നിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേർപിരിഞ്ഞു പോവേണ്ട സംഗതി ഉണ്ടായപ്പം കോൺഗ്രസിന്റെ തന്നെ നയപരിപാടികളുമായി മുന്നോട്ട് പോകുന്ന അതിൽ വേറൊരു വിഭാഗം എന്ന നിലയിൽ പി ടി ചാക്കോയുടെ നേതൃത്വത്തിൽ രൂപമുണ്ട കേരള കോൺഗ്രസ്സാണ് തിരുവിതാംകൂറിലൊക്കെ വളരെ ശക്തമായിരുന്നത്. നമ്മളുടെ ഈ പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ വ്യക്തിപരമായി കോൺഗ്രസുമായ അനുഭാവത്തിൽ പോന്നിരുന്ന ആളാണ് ഈ അടുത്ത കാലം വരെ. എന്ന് പറഞ്ഞാൽ 58-60 വയസ്സാവുന്നത് വരെ കോൺഗ്രസുമായ അനുഭാവം പുലർത്തി പോകുന്ന ഒരാളാണ്. നമ്മളുടെ എൻ്റെ ഇച്ഛാനൊക്കെ കോൺഗ്രസ് വിമോചന സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. എന്തിനാ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി പോലും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലരും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പൊ അന്ന് ഗാന്ധിജിയുടെ അവദാനങ്ങളൊക്കെ കേട്ട്, നെഹ്റുവിനെ കുറിച്ച് കേട്ട്, വല്ലഭായ് പട്ടേലിനെ കുറിച്ച് കേട്ട്, കോൺഗ്രസിന്റെ ചരിത്രം കേട്ട്, പാലായിൽ നെഹ്റു പ്രസംഗിക്കാൻ വന്നതിനെ കുറിച്ച് കേട്ട്, വിമോചന സമരത്തിന്റെ അന്ത്യം അല്ലെങ്കിൽ അതിന്റെ അവസാനം മാർക്സിസ്റ്റ് ഗവൺമെന്റ് വീഴുന്നത് പാലായിൽ നെഹ്റു പ്രസംഗിക്കാൻ വന്ന ശേഷമാണെന്നുള്ള വീരകഥകളൊക്കെ കേട്ട്, അന്ന് ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ വന്ന EMSന്റെ പോലീസിന്റെ തോക്കെ കയറി പിടിച്ച ചേട്ടന്മാരുടെ ധൈര്യത്തെക്കുറിച്ചുള്ള കഥകൾ കേട്ട് അങ്ങനെ അഭിമാന വിജൃംഭിതരായി നമ്മളൊക്കെ കോൺഗ്രസ്സുകാരായി ജീവിച്ചവരാണ്. അപ്പം ഗാന്ധിജി കൊണ്ടുവന്ന ഇന്ത്യയിലെ ഈ കോൺഗ്രസ് പ്രസ്ഥാനം അത് പിന്നീട് ഗാന്ധിജിയുടെ മരണശേഷം, ഗാന്ധിജി വളരെ അത്യധികം ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതോടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് വലിയൊരു പ്രസ്ഥാനമാണ്. കോടിക്കണക്കിന് മനുഷ്യര് ജീവനും രക്തവും നൽകി വളർത്തിയ പ്രസ്ഥാനമാണ്. ഒരു വ്യക്തിയുടേതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കോ അത് അവകാശപ്പെടാൻ സാധ്യതയുള്ള സംഗതിയല്ല. ഒരു റാണി ഈച്ച പോലെ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിയുടെ ചുറ്റും ഇന്ത്യയിലെ ജനം മുഴുവൻ ഒത്തുചേർന്ന് വളർത്തിക്കൊണ്ടുവന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം. ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പേര് കോൺഗ്രസ് എന്നായിപ്പോയി എന്നേ ഉള്ളൂ. അത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ്. അത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടേതുമായിരുന്നു. ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന്റെ റിലവൻസ് നഷ്ടപ്പെട്ടുവെന്നും അതുകൊണ്ട് കോൺഗ്രസ് പിരിച്ചുവിടണമെന്നും ഗാന്ധിജി പറഞ്ഞതാണ് നമ്മളെല്ലാവരും ചരിത്രം പഠിച്ചിട്ടുള്ളത്. എന്ന് പറയാൻ ഗാന്ധിജിയുടെ മനസ്സിലെ കോൺഗ്രസ് അന്നേ അവസാനിച്ചു പോയിട്ടുണ്ട്. പിന്നീട് നെഹ്റു ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പിന്തുടർച്ചക്കാരനായി ഇന്ത്യ ഭരിക്കുകയും കോൺഗ്രസ് നെഹ്റുവിലൂടെ ഐഡന്റിഫൈ ചെയ്യപ്പെടുകയും ചെയ്ത് മുൻപോട്ട് വരുന്നു. നെഹ്റു ഒരു മോശക്കാരനാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹം അതിസമർത്ഥനായ ഒരു മനുഷ്യനായിരുന്നു. കോൺഗ്രസിൽ അതിസമർത്ഥർക്ക് ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന എല്ലാവരും നെഹ്റുവിനെ പോലെയോ അല്ലെങ്കിൽ നെഹ്റുവിനേക്കാളോ മിടുക്കരായിരുന്നു. ആരെങ്കിലും ഒരാൾ പ്രധാനമന്ത്രിയാവണം, രാഷ്ട്രീയ കൗശലം കൂടുതലുള്ള ആൾ പ്രധാനമന്ത്രിയായി എന്ന് വിചാരിച്ചോളൂ. നെഹ്റു പ്രധാനമന്ത്രി ആയതുകൊണ്ട് രാജ്യത്തിന് ഒരു കേട് സംഭവിച്ചിട്ടില്ല ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈവൻ കാശ്മീർ വിഷയത്തിൽ പോലും ഒരു നേതാവ് ഒരു സീറ്റ് ഇരുന്നുകൊണ്ടെങ്കിലും തീരുമാനങ്ങൾ നമുക്ക് പിന്നീട് 10-40 കൊല്ലം കഴിഞ്ഞ് ചോദ്യം ചെയ്യുന്നതിനകത്ത് കാര്യമില്ല. അത് ആ സമയത്ത് എടുക്കാവുന്ന ബെസ്റ്റ് ഡിസിഷനാണ് അവരെടുക്കുക. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ അങ്ങനെ മുന്നോട്ട് വരുന്നു. പിന്നീട് ഗാന്ധിജി ആ ഒരു ബാറ്റൺ, ഈ ഭരണത്തിന്റെ ചെങ്കോല് തന്റെ കുടുംബത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണമെന്നുള്ള നെഹ്റുവിന്റെ വാശിയാണ് വാസ്തവത്തിൽ അദ്ദേഹം രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തൊരു വലിയ കളവുണ്ട്. അത് നെഹ്റുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ദഹിപ്പിക്കാൻ കഴിയുന്ന ഒരു കളവല്ല. ഒരു വലിയ കളവ് നെഹ്റു എന്ന മനുഷ്യൻ ഈ രാജ്യത്തോട് ചെയ്തിട്ടുണ്ട്. അത് ഫിറോസ് ഗന്ധി എന്ന് പറയുന്നയാളെ പിടിച്ച് ഫിറോസ് ഗാന്ധിയാക്കി എന്നുള്ളതാണ്. ഗന്ധി എന്നുള്ളത് സാധാരണ പാഴ്സികളുടെ നെയിമാണ്. അവർ ഈ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ വിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഗന്ധം എന്ന അർത്ഥം വരുന്ന ഗന്ധി എന്നുള്ള ഒരു ഇനീഷ്യല് പാഴ്സികൾക്കുള്ള വളരെ കോമൺ ഇനീഷ്യലാണ്. ഗാന്ധി എന്നുള്ളത് ഗുജറാത്തികളുടെ ഇനീഷ്യലാണ്. അത് ഒരിക്കലും പാഴ്സികൾക്കില്ല. പാഴ്സികൾ ബോംബെ ഒക്കെ സെൻറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഈ ഫിറോസ് ഗന്ധിയെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ഫിറോസ് ഗാന്ധിയാക്കി മാറ്റുകയും അങ്ങനെ ഇന്ദിരയുടെ ഭർത്താവായ
ഫിറോസ് ഗാന്ധിയുടെ പേരിൽ നിന്നും ഇന്ദിരയ്ക്ക് ലഭിക്കേണ്ട ഇന്ദിര ഫിറോസ് എന്നുള്ള പേര് മാറ്റി ഇന്ദിരയെ ഇന്ദിര ഗാന്ധിയാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് ഇത് ഗാന്ധിയുടെ പിന്തുടർച്ചയാണ് എന്ന് വരുത്തി തീർത്ത വലിയ ഒരു ചതി ഈ നെഹ്റു ഇന്ത്യയോട് ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഒന്നുകിൽ ഇന്ദിര നെഹ്റു ആവേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഇന്ദിര ഫിറോസ് ആവേണ്ടിയിരുന്നു. അവരെ പിടിച്ച് ഇന്ദിരാഗാന്ധി ആക്കിയതിന്റെ പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയമുണ്ട്, ചതിയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയണം. എങ്കിൽ പോലും നമുക്കത് ക്ഷമിക്കാം. കാരണം ഇന്ദിരാഗാന്ധി വളരെ ശക്തിയായ ഒരു ഭരണാധികാരിയായിരുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുവാൻ, രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ ആ സ്ത്രീക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ പേരും മിടുക്കരായതുകൊണ്ട് ആ കുടുംബത്തിൽ വരുന്ന എല്ലാവരും മിടുക്കരാവണമെന്ന് നമുക്ക് വാശി പിടിക്കാനാവില്ല. അവർ വളർത്തിക്കൊണ്ടുവന്ന സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ഒരു മകൻ പരമ തമ്മാടിയായിരുന്നു. അവൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ഈ രാജ്യം അവൻ മുടിച്ച് നശിപ്പിച്ചു കളഞ്ഞേനെ. അത് തമ്പുരാൻ മുമ്പിൽ കണ്ടിട്ടായിരിക്കാം ഒരു വിമാനാപകടത്തിൽ അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് നിർബന്ധം കൊണ്ട് ഭരണമേൽക്കേണ്ടി വന്ന രാജീവ് ഗാന്ധി, അദ്ദേഹം സാത്വികനായ ഒരു മനുഷ്യനായിരുന്നുവെന്ന് ഞാൻ തന്നെ സമ്മതിച്ചു തരാം. അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ലാത്തൊരു കസേരയിൽ എല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ചിരുത്തുകയും, അദ്ദേഹം ഒരിക്കലും സമർത്ഥനായ ഒരു പ്രധാനമന്ത്രി ആയിരുന്നു നമുക്ക് പറയാനാവില്ല. പക്ഷേ അന്ന് അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന കോൺഗ്രസിലെ അതിസമർത്ഥരായ മനുഷ്യരെ ഉപയോഗിച്ച് വലിയ കേടുകൂടാതെ ഈ രാജ്യത്തെ മുൻപോട്ട് നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹവും കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ മകനായിട്ട് വന്ന ഈ രാജീവ് ഗാന്ധിയുടെ പേര് ശരിക്കും രാജീവ് ഗാന്ധി എന്നല്ലല്ലോ വരേണ്ടത്, രാജീവ് ഫിറോസ് എന്നല്ലേ വരേണ്ടത്. അവിടെയും ഗാന്ധി കൊണ്ട് ചേർത്തു. എന്തിനാ ഈ നുണ, ഈ കളവ്, ഈ പറ്റിക്കൽ ഇത് തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി? ഇനി രാജീവ് ഗാന്ധിക്ക് മകനുണ്ടായാലും അവനും പിന്നെയും ഗാന്ധിയാണ്. അവൻ ഒരിക്കലും രാഹുൽ രാജീവ് അല്ല. അവന്റെ പേര് രാഹുൽ രാജീവ് എന്നാണ് വരേണ്ടത്. സോണിയാഗാന്ധിക്ക് ഗാന്ധിയുമായി എന്ത് ബന്ധം? സോണിയാഗാന്ധിയുടെ പേര് സോണിയ രാജീവ് എന്നാണ് വേണ്ടത്. ഈ ഗാന്ധി എന്നുള്ള പേര് മോഷ്ടിച്ച് ഈ രാജ്യത്തിലെ പ്രധാനമന്ത്രി കസേരയിൽ സ്ഥിരമായിരിക്കണമെന്ന് വാശി പിടിച്ച ഒരു കുടുംബത്തെ നിങ്ങൾ അവിടെ കാണേണ്ടി വരും. ഇന്നൊരു പൊട്ടച്ചെറുക്കൻ അതിന് മുമ്പിൽ നിന്ന് എനിക്ക് ആ കസേര ഇരിക്കണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് നിങ്ങൾക്ക് കാണാം. യാതൊരു ശേഷിയും ഇല്ലാത്തൊരുത്തൻ, ഒരു ആവറേജ് രാഷ്ട്രീയക്കാരന്റെ കഴിവ് പോലും ഇല്ലാത്തൊരുത്തൻ, വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടത്തരവും പറഞ്ഞുകൊണ്ട് വരുന്ന ഒരുത്തൻ. ഇവൻ രാഷ്ട്രീയം അറിയാമോ? സാധാരണ വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ പറയാണ്ട് വിഷയങ്ങൾ എന്താണെന്ന് അറിയാമോ? ഈ രാഷ്ട്രത്തിൽ നിരന്തരമായി നിൽക്കുമോ? ഇന്നിവിടെ പ്രസംഗിക്കും, നാളെ അവനെ കാണാൻ അർജന്റീനയെ പോകണം. അങ്ങനെ ഒരു നേതാവിനെയും വെച്ചുകൊണ്ട് നിൽക്കുന്ന ഈ കോൺഗ്രസിന് രാജ്യത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അധികാരം കൈയിട്ട് വരാൻ വേണ്ടി മാത്രം ആണ് ഇന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസ് നിൽക്കുന്നത്. അതിന് ദേശീയ തലത്തിൽ യാതൊരു റെലവൻസും ഇല്ല. അതിന്റെ വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായി അത് മുസ്ലിം പ്രീണനം എടുത്ത് മുൻപിൽ വെക്കുകയും ആ മുസ്ലിം പ്രീണനത്തിന്റെ ഭാഗമായി അങ്ങനെ പ്രീണിപ്പിക്കപ്പെട്ടു വരുന്ന വിഭാഗം ഞങ്ങൾ വോട്ട് തരാം, പകരം രാജ്യത്തെ ഞങ്ങൾ വിഴുങ്ങും എന്നുള്ള ഒരു നിലപാടിലേക്ക് മുസ്ലിം ഭീകരത വളരുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മുസ്ലിം ഭീകരതയാണ്, മുസ്ലിം ഭീകര പ്രസ്ഥാനങ്ങളാണ്. കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ പൊട്ടിത്തെറിച്ചു, നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഇത് രാജ്യത്തിന് വലിയൊരു ആഘാതം ഏൽപ്പിക്കുവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു കൊലപാതക ശൃംഖലയായിരുന്നു എന്നും 50,000-ത്തിലധികം ആളുകളെ കൊന്നൊടുക്കുവാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നുമൊക്കെ ഇന്റലിജൻസ് കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യം നേരിടുന്ന ഈ വലിയ ഭീഷണിക്ക് മറയായി നിൽക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് ഓർക്കണം. അവർ പറയുന്നത് ഇത് മോഡി പൊട്ടിച്ചതാണ്, ബീഹാർ ഇലക്ഷൻ പൊട്ടിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പൊട്ടക്കഥകളുമായി നമ്മുടെ മുൻപിൽ സത്യം വന്നു നിൽക്കുമ്പോൾ, അപ്പോൾ ഞാൻ അതിന്റെ വിശദീകരണങ്ങളിൽ കൂടുതൽ പോകുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതല്ല. നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികൾ തന്നെ പ്രമുഖമായി നയിച്ച വിമോചന സമരം, അസോദരി വിമോചന സമരത്തിന് മുൻപന്തിയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളാണ്. അങ്ങനെ വിമോചന സമരത്തിലൂടെ EMS ഗവൺമെന്റ് വീഴുന്നു, കോൺഗ്രസ് ഭരണം പിടിക്കുന്നു. ആ ഭരണത്തിൽ ക്രിസ്ത്യാനികൾക്ക് വലിയ മേൽക്കൈ ഉണ്ടായിരുന്നു എന്നുള്ളത് അനിഷേധ്യമായ സംഗതിയാണ്. 1950-കളിലും 60-കളിലും 70-കളിലും കേരളം ഭരിച്ചിരുന്ന ഗവൺമെന്റുകളിൽ, കോൺഗ്രസ് ഗവൺമെന്റുകളിൽ ക്രിസ്ത്യാനികൾക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുടെ ആവശ്യങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ 80-കൾ മുതൽ നമ്മളുടെ ശക്തി വീക്കായി തുടങ്ങി. മുസ്ലിങ്ങൾ കൂടുതൽ ശക്തി എക്സേർട്ട് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഒരു കാരണം ഗൾഫിൽ നിന്നുള്ള പണത്തിന്റെ വരവും അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പുമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. അങ്ങനെ ആ സമൂഹം ആ പണത്തിന്റെ ബലത്തിൽ ശക്തി പ്രാപിക്കുകയും കാർഷിക സാധനങ്ങളുടെ വിലകൾ കുറഞ്ഞു പോയതോടെ ക്രിസ്ത്യൻ സമുദായം പതിയെ മെലിഞ്ഞു വരികയും നമ്മളുടെ ആളുകൾ വിദേശത്തേക്ക് പോകുന്നതോടെ നമ്മുടെ ശക്തി കുറഞ്ഞു വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മുസ്ലിം ലീഗ് കേരളത്തിലെ UDF-ന്റെ മേലെയുള്ള പിടി മുറുക്കി പണ്ട് കുറുക്കന്റെ കഴുത്തല ഞണ്ട് പിടിച്ചതുപോലെ പിടിച്ച് അവസാനം കുറുക്കൻ ഞണ്ടിന്റെ പിടിയിലായി പോയ അവസ്ഥയായി. അത് 1990-കൾക്ക് ശേഷം ക്രിസ്തീയ സമുദായത്തിന് കോൺഗ്രസിന്റെ മേലെ വലിയ സ്വാധീനം ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷെ കരുണാകരന്റെ ഭരണകാലത്ത് കരുണാകരൻ എന്നൊരു വ്യക്തിയിലൂടെ ഇത് കൂടുതൽ എക്സർട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നു. ആന്റണിയുടെ കാലത്ത് ആന്റണി നാമം കൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായിരുന്നു, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അത് ഒന്നും ചെയ്തില്ല. പക്ഷേ മുസ്ലിം ഭീകരതയ്ക്ക് വഴങ്ങിക്കൊടുത്തിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. മുസ്ലിം ഭീകരതയെ അയാൾ അഡ്രസ് ചെയ്തിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരുടെ നിന്ന് അച്യുതാനന്ദൻ അഡ്രസ് ചെയ്തിരുന്നു, മുസ്ലിം ഭീകരതയ്ക്ക് അദ്ദേഹം വഴങ്ങിക്കൊടുത്തില്ല. പക്ഷെ പിന്നീട് ഉമ്മൻചാണ്ടി വന്നതോടെ ഉമ്മൻചാണ്ടി മുസ്ലിങ്ങൾക്ക് സമ്പൂർണ്ണമായും കീഴടങ്ങി കൊടുത്തു. അങ്ങനെ മുസ്ലിം ലീഗിന്റെ ഭരണമാണ് ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്തൊക്കെ വാസ്തവത്തിലൂടെ നടന്നിട്ടുള്ളത്. പിണറായിയുടെ അവസ്ഥയും അത് തന്നെയാണ്. പിണറായി ഭരിക്കുമ്പോഴും മുസ്ലിങ്ങൾക്കാണ് അതിനകത്ത് സ്വാധീനമുണ്ടായിരുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ സുഖിപ്പിച്ചു നിർത്താനാണ് പിണറായി എല്ലാ കാലത്തും ഭരണത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ 2025 എത്തി നിൽക്കുമ്പോൾ ഇന്ന് കോൺഗ്രസിൽ ക്രിസ്ത്യാനികൾക്ക് യാതൊരു സ്വാധീനവുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടിപിടി കൂടുന്ന VD സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, KC വേണുഗോപാൽ മുതലായ പേരുകളുടെ ഇടയിലൊന്നും ക്രിസ്ത്യൻ പേരുകളില്ല എന്ന് നമുക്കറിയാം. അതായത് കേരള കോൺഗ്രസിന്റെ സമുന്നത സ്ഥാനങ്ങളിൽ
നിൽക്കുന്നിടത്തോളം ഒരിടത്തും ഒരു ക്രിസ്ത്യൻ പേരില്ല. ഈ ഒരു സംഗതിക്ക് മറപിടിക്കാൻ വേണ്ടിയാണ് അവരെ സണ്ണി ജോസഫിനെ പിടിച്ച് KPCC പ്രസിഡന്റ് ആക്കിയത്. ഒരു ക്രിസ്ത്യാനി എവിടെയെങ്കിലും വേണമല്ലോ. സണ്ണി ജോസഫ് ആകുമ്പോൾ അന്തസ്സുള്ള മനുഷ്യനാണ്, അദ്ദേഹം നിരുപദ്രവകാരിയാണ്, ഒരിക്കലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇവരുടെ മേലെ നാണം കെട്ട് കടിപിടി കൂടാൻ അദ്ദേഹം പോവുകയില്ല. അതുകൊണ്ട് ഒട്ടും ഭയക്കണ്ടാത്ത, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രഷറും വരികയില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഒരു ക്രിസ്ത്യൻ പേരുള്ള ആളെ പിടിച്ച് KPCC പ്രസിഡന്റാക്കി ക്രിസ്ത്യാനികളെ തൃപ്തിപ്പെടുന്ന ഒരു തന്ത്രമാണ് അവർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവരെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അടുത്ത കാലത്ത് ഒരു സ്ഥലത്തും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് മുനമ്പം വിഷയത്തില്, സെന്റ് റീത്താസിലെ വിഷയത്തില്, ഹാഗിയ സോഫിയയിലെ വിഷയത്തിലും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. മുനമ്പം വിഷയത്തിലെ കോൺഗ്രസ്സുകാർ നമുക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചത്. നിയമം പോലും നമുക്ക് അനുകൂലമായിരുന്നു എന്ന് ഓർക്കണം. അവിടെ ശരിക്കും അവസാന ഹൈക്കോടതി വിധി വന്നത് അത് വഖഫ് പ്രോപ്പർട്ടിയേ അല്ല എന്നുള്ളതാണ്. അത് ഒറ്റ വായനയിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്നത്. നമ്മൾ സെൻസിബിൾ ആയിട്ട് വായിച്ചാൽ ഒറ്റ വായനയിൽ ആ കാര്യം മനസ്സിലാകും, അത് വഖഫ് പ്രോപ്പർട്ടി അല്ല. പക്ഷെ അത് മനസ്സിലായിട്ട് പോലും അത് എടുത്തു പറയാനോ ഇതിനകത്ത് ഇങ്ങനെ നിയമവശമുണ്ട് എന്ന് പറയാനോ പോലും കോൺഗ്രസ്സുകാർ തയ്യാറായില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ അവസ്ഥയും അവർ നമ്മളുടെ കൂടെ അല്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ സൂചനയുമാണ്. സെന്റ് റീത്ത സ്കൂളിൽ വിഷയങ്ങളുണ്ടായി. ഏത് കോൺഗ്രസ്സുകാരനെ അവിടെ കണ്ടത്? അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിച്ച അവിടുത്തെ MP ഹൈബീഡനെ സംബന്ധിച്ച് അത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി അദ്ദേഹം മുസ്ലിങ്ങളെ പറഞ്ഞു പ്ലീസ് നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. നിയമം പറയല്ല ചെയ്തത്. സ്കൂളിൽ യൂണിഫോം അനുസരിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. ദയവായി എനിക്ക് വേണ്ടി നിങ്ങൾ അടങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഇവരാണ് ശരി, ഇവരുടെ ഭാഗമാണ് ശരി എന്ന് പറയാൻ ഒരു കോൺഗ്രസ്സുകാരനെയും അവിടെ കണ്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അതുപോലെ ഹാഗിയ സോഫിയ വിഷയത്തിൽ ഒരു കത്തെഴുതി നമ്മുടെ പാണക്കാട് തങ്ങൾ. എല്ലാ ക്രിസ്ത്യാനിക്കും വേദന ഉണ്ടാക്കിയ കാര്യമാണ്. വളരെ പുരാതനമായ ഒരു ക്രിസ്ത്യൻ ദേവാലയം മുസ്ലിം മോസ്കാക്കി മാറ്റുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനെയും നമ്മളോട് കണ്ടില്ല എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ മകൻ അവിടെ പാണക്കാട്ട് തങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഇത് ക്രിസ്ത്യാനിക്ക് വലിയ പ്രശ്നമൊന്നും കാര്യമല്ല, ഇതുപോലത്തെ എത്ര ഹാഗിയ സോഫിയ വേണേലും നിങ്ങൾ എടുത്തോളൂ എന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ അവിടെ ചെന്ന് പ്രഖ്യാപിച്ച വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ അദ്ദേഹം പ്രൊട്ടസ്റ്റന്റുകാരനാണ്. ക്രിസ്ത്യാനികളുടെ യഹോവ സാക്ഷി എന്ന് പറയുന്നു, അതൊക്കെ പുള്ളിയുടെ ഇഷ്ടം പോലെ വിളിച്ചാർന്നോട്ടെ. ഇനി എന്തായാലും ശരി, ക്രിസ്ത്യാനികൾക്ക് യാതൊരു നമ്പറും ഇല്ല, എത്ര പള്ളി വേണം നിങ്ങൾ എടുത്തോളൂ എന്നൊക്കെ അവിടെ ചെന്ന് പറഞ്ഞ അത്തരം വാക്കുകൾ ക്രിസ്ത്യാനിയെ എത്ര വിലയില്ല ാണ് കോൺഗ്രസ്സുകാർ കാണുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ്. ഏറ്റവും പ്രധാനമായും എനിക്ക് കോൺഗ്രസിനോട് വെറുപ്പ് തോന്നിയ കാര്യം നാർക്കോട്ടിക്സ് ജിഹാദിനെ കുറിച്ച് കുറവലങ്ങാട് പള്ളിയുടെ അൾത്താരയിൽ നിന്ന് പാലാ ബിഷപ്പ് പറഞ്ഞ ഒരു പ്രസംഗത്തെ ചൊല്ലി VD സതീശൻ ബിഷപ്പിന്റെ മേലെ ചാടിക്കയറിയത് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായി കോൺഗ്രസ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. ആത്യന്തികമായി കോൺഗ്രസ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. കാരണം ഒരു പള്ളി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ പ്രൈവറ്റ് സ്ഥലമാണ്. ആ പ്രൈവറ്റ് സ്ഥലത്തെ അൾത്താരയിൽ നിന്നുകൊണ്ട് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഭീഷണിയുണ്ട്, അതിൽ നമ്മളുടെ ആളുകൾ അലർട്ടായിരിക്കണം എന്നൊരു ബിഷപ്പ് പറയുമ്പോൾ ഒരുത്തനും അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങളോ മാർക്സിസ്റ്റുകാരോ ആരും ചോദ്യം ചെയ്തില്ല. പക്ഷെ ചോദ്യം ചെയ്യാൻ ആദ്യം ചാടി വീണത് VD സതീശനാണ്. VD സതീശൻ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമാണ് മറ്റുള്ളവർ അതിനെതിരെ ശബ്ദമുയർന്നത്. കാരണം മറ്റുള്ളവർക്ക് സംശയം ഉണ്ടായിരുന്നു, ഇതൊരു പള്ളിക്കകത്ത് വെച്ച് നടന്നൊരു കാര്യമല്ലേ, ഇതിനെതിരെ നമ്മൾ സംസാരിക്കാൻ പാടുണ്ടോ? VD സതീശന് യാതൊരു സംശയം ഉണ്ടായില്ല. അഹങ്കാരിയായ മനുഷ്യൻ, എന്നും ബിഷപ്പുമാരെ താറടിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ, അയാൾ ചാടി വീണ് ബിഷപ്പിന്റെ മുഖത്തടിച്ചതുപോലെ ഇത്തരം വർത്തമാനം നിങ്ങൾ പറയരുത്, അങ്ങനത്തെ കാര്യമൊന്നുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനത്തെ കാര്യമില്ല എന്തെങ്കിലും അയാൾ പറഞ്ഞത്. നമ്മൾ ക്രിസ്ത്യാനികൾ അവർ അത്രയും വില വയ്ക്കുന്നുള്ളൂ, നമ്മളെ അവരെ പുച്ഛിച്ച് മൂലക്കാക്കിയിരിക്കുകയാണ്. കാരണം ക്രിസ്ത്യാനി എന്നുള്ളത് ഇന്ന് ആരും കോൺഗ്രസിലുള്ള ആരും ഗൗരവമായി എടുക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇവിടെ UDF ജയിക്കുകയാണെങ്കിൽ ഇവിടെ ആര് മുഖ്യമന്ത്രി ആവണം എന്ന് തീരുമാനിക്കുന്നത് പാണക്കാട്ടെ വീട്ടിൽ വെച്ചായിരിക്കും. അത് കൃത്യമായിട്ട് അറിയാവുന്നതാണ് സതീശനാണ്. അതുകൊണ്ട് ഈ പറയുന്ന എല്ലാവരും, സതീശനായിക്കൊള്ളട്ടെ, വേണുഗോപാൽ ആയിക്കൊള്ളട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കൊള്ളട്ടെ, എല്ലാവരും അവിടെ പോയി സൂചിപ്പിച്ച് നിർത്തുകയാണ്. കൂടാതെ കോൺഗ്രസ് വലുതായി വളർത്തിക്കൊണ്ടുവരുന്ന ഷാഫി എന്ന് പറയുന്ന ഒരു നേതാവിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് സമൂഹമാണെന്ന് നിങ്ങളൊന്ന് സൂക്ഷ്മതയോടെ നോക്കുന്നതും നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന നാർക്കോട്ടിക് ജിഹാദിന്റെ പേരിൽ കുറച്ചുകൊണ്ട് ചാടി വീണ സതീശന് ഹാഗിയ സോഫിയ വിഷയത്തിൽ പാണക്കാട് നിങ്ങൾ കത്തെഴുതിയപ്പം ഒരക്ഷരം പോലും മിണ്ടാനുണ്ടായിരുന്നില്ല എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കേണ്ട സംഗതിയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ നമ്മളുടെ രാജ്യത്തിന്റെ അവസ്ഥ തിരിച്ചറിയണം. നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മുസ്ലിം ഫണ്ടമെന്റലിസമാണ്. നമ്മുടെ സ്കൂളുകളിൽ കയറി നിറങ്ങാൻ അവസരം വേണം, നമ്മുടെ സ്കൂളുകളെ വിഴുങ്ങാൻ അവസരം വേണം, ഞങ്ങൾക്ക് തോന്നിവാസം കാണിക്കാൻ അവസരം വേണം, നിങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾ പെരുമാറുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ നേരെ ചാടി വരുന്ന കുരച്ചു വരുന്ന ഈ കൂട്ടരെ നേരിടാൻ നമ്മൾക്ക് എങ്ങനെ സാധിക്കും? ഇവിടെ ഭരണത്തിൽ വരുന്ന ആളുകൾ നമ്മളുടെ കൂടെ നിന്ന് നമുക്ക് എങ്ങനെ സാധിക്കും? നിശ്ചയമായും ഈ നോർത്ത് ഇന്ത്യയിലെ ആളുകൾ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ആളുകൾക്ക് ഇത് നേരത്തെ തിരിച്ചറിയാൻ സാധിച്ചത് കൊണ്ടാണ് അവരെ BJPയെ സെലക്ട് ചെയ്ത് മുൻപിൽ നിർത്തിയത്. നമ്മൾ വിദ്യാസമ്പന്നരാണെന്നും രാഷ്ട്രീയം പഠിക്കുന്നവരാണ് എന്നും മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് ഇത് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഇക്കഴിഞ്ഞ ഭീകരാക്രമണങ്ങൾ നമ്മുടെ മുൻപിൽ സംഭവിച്ചിട്ട് പോലും നമുക്ക് ഈ ഇസ്ലാമിക ഭീകരത എന്ന് പറഞ്ഞ സാധനത്തിന് അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ ഗ്രഹിക്കാൻ നമുക്ക് സാധിച്ചില്ല. വിവരം കെട്ട നോർത്ത് ഇന്ത്യക്കാരൻ നമ്മൾ ആക്ഷേപിക്കുന്നവർക്ക്, വിവരം കെട്ടവരെന്ന് നമ്മൾ ആക്ഷേപിക്കുന്നവർക്ക്, അവർക്ക് ഇത് പണ്ട് തിരിച്ചറിയാനായതുകൊണ്ട് അവർ BJPയെ ഭരണത്തിൽ ഏറ്റി അവരുടെ പ്രൊട്ടക്ഷൻ അവരെ ഉറപ്പാക്കി.
ഇന്ന് നമ്മളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കാൻ BJP അല്ലാതെ വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ രാജ്യം മുഴുവൻ ഭരിക്കുന്ന 2-3 തവണ ഒരാൾ പ്രധാനമന്ത്രിയെ ഇലക്ട് ചെയ്യപ്പെടുന്ന ചില്ലറ കാര്യമല്ല. അദ്ദേഹം മിടുക്കനായതുകൊണ്ടാണ്. ഈ രാജ്യം ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് എല്ലാ ഇന്റർനാഷണൽ ഡാറ്റകളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കൂടെ സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാനുണ്ട്, ബാംഗ്ലാദേശ് ഉണ്ട്. ഈ രാജ്യങ്ങളൊക്കെ എവിടെ കിടക്കുന്നു? നമ്മുടെ രാജ്യം എവിടെ കിടക്കുന്നു? നമ്മുടെ രാജ്യം ഇന്ന് വെസ്റ്റേൺ കൺട്രീസിന്റെ ഒപ്പം നിൽക്കാൻ മാത്രം സാമ്പത്തിക പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്തെ ഈ നിലയിൽ എത്തിക്കുന്നതിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിനും BJP എന്ന് പറയുന്ന പാർട്ടിക്കും വലിയ സ്ഥാനമുണ്ട് എന്ന് രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന, രാഷ്ട്രീയത്തെക്കുറിച്ച് വിവരമുള്ള ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ വരുന്ന ഇലക്ഷനിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു വോട്ടറുടെ കയ്യിൽ ആകെയുള്ളത് വോട്ട് എന്ന് പറയുന്ന ഒരു പവർ മാത്രമാണ്. നിങ്ങൾ എന്തൊക്കെ രാഷ്ട്രീയം പഠിച്ചാലും, എന്തൊക്കെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേട്ടാലും, രാഷ്ട്രീയ പുസ്തകങ്ങൾ രചിച്ചാലും, നിങ്ങളുടെ കയ്യിൽ ആകെയുള്ള സാധനം വോട്ട് എന്ന് പറയുന്ന സാധനമാണ്. അത് നിങ്ങളെ ചിരിച്ച് കാണിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം. അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല. കാരണം അത് മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. ആ വോട്ട് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരായി ഉപയോഗിക്കുവാൻ നമ്മൾ ഇപ്പോൾ വിവേകം കാണിച്ചില്ലെങ്കിൽ നാളെ ജോസഫ് മാഷ കൈവെട്ടിയതുപോലെ, നമ്മളുടെ മുനമ്പത്തെ ഭൂമി പിടിച്ചടക്കാൻ ആൾക്കാർ കൂട്ടം കൂടി വന്നതുപോലെ, സെൻട്രീത്ത സ്കൂളിനെ പിടിച്ചടക്കാൻ വന്നതുപോലെ, നമ്മളുടെ ഓരോ സ്ഥാപനങ്ങളും നമ്മളുടെ വസ്തുവകളും പിടിച്ചടക്കുകയും നമ്മളുടെ ജീവന് നേരെ ഭീഷണി ഉണ്ടാവുകയും ലവ് ജിഹാദ് കൊണ്ട് നമ്മളുടെ സമൂഹത്തെ തകർത്ത് കളയുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. എപ്പോഴെങ്കിലും പ്രതികരിച്ചിട്ട് കാര്യമില്ല. വോട്ടെന്ന് പറയുന്നത് ആരെങ്കിലും ചിരിച്ചു കാണിക്കുന്നവന് കൊടുക്കാനുള്ളതല്ല. നാളെ നിങ്ങളെ ആര് ഭരിക്കും, ആരുടെ നയമാണ് ഈ രാജ്യത്ത് വരാൻ പോകുന്നത്, നാളെ നിങ്ങളുടെ പോക്കറ്റിൽ എത്ര പൈസ ഉണ്ടാവും, ഇതൊക്കെ നിശ്ചയിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഒരു വോട്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് സുഹൃത്തിന് കൊടുക്കാനുള്ളതല്ല, അത് നിങ്ങൾക്ക് പരിചയക്കാരന് കൊടുക്കാനുള്ളതല്ല. അത് കൊടുക്കേണ്ടത് നാളെ നിങ്ങൾക്ക് വേണ്ടി നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് കൊടുക്കേണ്ടത്. വ്യക്തികൾക്കല്ല വോട്ട് കൊടുക്കേണ്ടത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ്. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നയങ്ങളുള്ളൂ, നയങ്ങളുള്ളവർക്ക് നയങ്ങൾ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമുക്കുറപ്പുള്ള, നമ്മളെ സഹായിക്കുമെന്ന് നമുക്കുറപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അപ്പോഴും ഉയരുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ ഇപ്രാവശ്യം BJPക്ക് വോട്ട് ചെയ്താൽ ആ വോട്ടിന്റെ മറവിൽ കോൺഗ്രസിന് വോട്ട് നഷ്ടപ്പെട്ട LDF ഭരണത്തിൽ വന്നാലോ? എനിക്ക് നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. UDF ഭരണത്തിൽ വന്നാലോ? UDF ഭരണത്തിൽ നിന്ന് എന്ത് വലക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? LDF ഭരണത്തിൽ കിട്ടാത്ത എന്ത് വലക്ക നിങ്ങൾക്ക് UDF കൊണ്ടുതരുന്നോ നിങ്ങൾ പറയുന്നത്? മുസ്ലിങ്ങളുടെ ശക്തി ഈ LDFനുള്ളതിന്റെ ഇരട്ടിയാവും UDF ഉണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴവർ നിങ്ങളുടെ കാലയിലെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ UDF നിന്നുണ്ട് അവർ നിങ്ങളുടെ കാരണത്തടിക്കും. അതുകൊണ്ട് UDFൽ നിന്ന് LDFൽ നിന്ന് കിട്ടാത്ത ഒരു മേന്മയും UDFൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരേ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് BJP ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് BJPക്കോ BJPയുടെ സഖ്യകക്ഷികൾക്കോ വോട്ട് കൊടുത്ത് ഈ തവണ ഈ ഇലക്ഷനിൽ നമ്മൾ വിവേകം പ്രകടിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തുള്ള ആളല്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് വെച്ച് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണം, നമ്മുടെ നാടിനെ രക്ഷിക്കണം എന്ന് ബോധ്യമുള്ളതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ രാജ്യം നഷ്ടപ്പെടണം. രാജ്യം രക്ഷപ്പെട്ടില്ലെങ്കിൽ വ്യക്തിപരമായി ആർക്കും രക്ഷപ്പെടാനാവില്ല. എല്ലാവരും ഒന്നിച്ചു മുങ്ങും. ഇതൊരു കപ്പലാണ്. ഈ കപ്പലിന് ഓട്ട വീണാൽ എല്ലാവരും ഒന്നിച്ചു മുങ്ങും. അത് ഓട്ട വീഴാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണെന്നും ആ ചുമതല വോട്ടാണെന്നും നമ്മൾ തിരിച്ചറിയണം. ഞാൻ അധികം ആളുകളെ ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ആരെങ്കിലും ബോധവൽക്കരിക്കാൻ വേണ്ടിയൊന്നും ഞാൻ പറഞ്ഞ കാര്യമല്ല. കാരണം എന്നെ കഴിഞ്ഞും കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ബോധമുള്ളവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. കാരണം പ്രത്യേകിച്ചും കത്തോലിക്കര് രാഷ്ട്രീയ കാര്യങ്ങളിൽ അങ്ങേയറ്റം ബോധമുള്ളവരും പഠിക്കുന്നവരുമാണ്. ഞാൻ ചില ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ വെച്ചു എന്നേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ പറഞ്ഞതിൽ ശരികളുണ്ടോ എന്നുള്ളത്.